ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. 42 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വെളുത്ത ശവകുടീരം ഒരു സൗന്ദര്യത്തിന്റെ പ്രതീകമാണെങ്കിലും അതിന്റെ പിന്നിൽ വേദനാജനകമായ തൊഴിലാളികളുടെ ഒരു വലിയ കഥയുണ്ട്. സിമന്റും സ്റ്റീലും കണ്ടെത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് 400 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടാവുക? ഇന്നും ഒരു വിള്ളലോ പാടുകളോ ഇല്ലാത്ത താജ്മഹലിന്റെ ആ വിചിത്ര നിർമ്മിതിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നേക്ക് 400 വർഷങ്ങൾ പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം അതിന്റെ ആ ഒരു കാലത്തെ ഏറ്റവും ഭംഗിയേറിയതും വലുതുമായ ഒരു കെട്ടിടമായിരുന്നു. ഇന്നിത് ലോകത്തിലെ 7ാമത്തെ അത്ഭുതമായി കാണപ്പെടുന്നു. ഇതിന്റെ നിർമ്മാണ സമയത്ത് 20,000-ലധികം തൊഴിലാളികൾ രാവും പകലും എന്നില്ലാതെ 22 വർഷം പണിയെടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്നത്തെ കണക്കുകൾ പ്രകാരം ഇതിന്റെ മാർബിൾ കൊണ്ട് പതിച്ച ശവകുടീരത്തിന്റെ മൂല്യം $1 ബില്യൺ അഥവാ 9,600 കോടി രൂപയോളമാണ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയർമാർ പോലും ഇതിന്റെ നിർമ്മാണ സ്ട്രക്ചർ കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. ഈ കെട്ടിടം ലോകത്ത് അന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച് ഒരു പ്രത്യേക രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പ്രധാന കവാടത്തിന്റെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ വലുതായി തോന്നും. എന്നാൽ കവാടത്തിലേക്ക് അടുത്തു വരുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നത് പോലെ അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള ദൃശ്യ മായാജാലങ്ങൾ നിർമ്മിക്കുന്നത് മുഗൾ രാജാക്കന്മാരെ കുറിച്ച് ഒരു പുതുമയില്ലാത്ത കാര്യമായിരുന്നു. ഇതിന്റെ 4 കോണിലുമുള്ള തൂണുകൾ നേരെ നിൽക്കുന്നതല്ല, അതിനെ അല്പം പുറത്തോട്ട് ചായുന്ന നിലയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം അവ പൂർണ്ണമായും നേരെയാണ് നിർമ്മിച്ചതെങ്കിൽ ദൂരത്ത് നിന്ന് താജ്മഹൽ കാണുമ്പോൾ ഇവ അകത്തേക്ക് ചായുന്ന പോലെ തോന്നുമായിരുന്നു. ഇതിങ്ങനെ നിർമ്മിക്കാനുള്ള മറ്റൊരു കാരണവുമുണ്ട്. ഇനി അഥവാ ഭൂകമ്പം, ഭൂമികുലുക്കം പോലുള്ളവ സംഭവിച്ചു കഴിഞ്ഞാൽ അവ പുറത്തേക്ക് വീണ് സ്മാരകത്തെ സംരക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് വർഷം 1607-ലാണ്. അന്നത്തെ ഇന്ത്യ മുഴുവൻ മുഗൾ രാജവംശമായിരുന്നു ഭരിച്ചിരുന്നത്. അന്നത്തെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ മകനായിരുന്നു ഷാജഹാൻ. അദ്ദേഹത്തിന് ഷാജഹാൻ എന്ന പേര് ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് ഖുറം എന്നായിരുന്നു. ജഹാംഗീറിന്റെ മക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മകനായിരുന്നു ഖുറം. ഖുറമിന്റെ 15ാം പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു രാജ്യം മുഴുവൻ. അതിനായി ആഗ്ര കോട്ടയിൽ ഒരു ഭംഗിയാർന്ന ആഘോഷം തന്നെ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ ജന്മദിനത്തിലും അദ്ദേഹത്തെ സ്വർണവും വജ്രങ്ങളും ഉപയോഗിച്ച് തൂക്കിയിട്ട് അത്രയും ഭാരം വരുന്ന സമ്പത്ത് സമ്മാനമായി രാജാവ് നൽകുമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ജന്മദിനത്തിൽ, 15ാമത്തെ ജന്മദിനത്തിൽ അതിലും പ്രത്യേകമായൊരു കാര്യം നടക്കാനുണ്ടായിരുന്നു. ചക്രവർത്തി മകനായ ഖുറത്തിന്റെ വിവാഹം തന്റെ മന്ത്രിയുടെ മകളായ മുംതാസ് മഹലുമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യ ദിവസം കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഇരുവരും പരസ്പരം പ്രണയത്തിലായി. ആ പ്രണയം ഒരു ദിവസം അമര കഥയാകുമെന്ന് അന്ന് ആരും കരുതിയില്ല. അടുത്ത 10 വർഷങ്ങളിൽ ഖുറം നിരവധി യുദ്ധങ്ങൾ വിജയിച്ചു. അതിന്റെ പ്രതിഫലമായി അദ്ദേഹത്തിന് ഷാജഹാൻ എന്ന പദവി ലഭിച്ചു. ലോകത്തിന്റെ രാജാവ് എന്ന അർത്ഥം വരുന്ന പേരാണിത്. അങ്ങനെയാണ് ഖുറം പതിയെ ആളുകൾക്കിടയിൽ ഷാജഹാനായി മാറിയത്. ഇന്ന് ഷാജഹാന് 6 ഭാര്യമാരുണ്ട്. എന്നാൽ അവരിൽ ഏറ്റവും അധികം അദ്ദേഹം സ്നേഹിച്ചിരുന്നതും ഇഷ്ടമുള്ള ഭാര്യയുമായിരുന്നു മുംതാസ് മഹൽ. വർഷം 1628. അങ്ങനെ ഷാജഹാൻ മുഗൾ എംപയറിന്റെ 5ാമത്തെ രാജാവായി അധികാരമേറ്റു. ആ സമയത്ത് മുഗൾ രാജവംശം അതിന്റെ ഉച്ചസ്ഥയിലായിരുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള പല പ്രദേശങ്ങളും അന്ന് മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഭരണകാര്യങ്ങൾ പലതും ഷാജഹാൻ തീരുമാനം എടുക്കുമ്പോൾ അതിൽ മറവിൽ നിന്ന് മുംതാസും അദ്ദേഹത്തെ പറഞ്ഞ ഉപദേശങ്ങൾ നൽകി. എന്നാൽ അധികം വൈകാതെ തന്നെ അവരുടെ സന്തോഷകാലം ഒരു ദുഃഖിത കാലമായി മാറി. ഷാജഹാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം വർഷം 1631 ജൂൺ 17-ന് അവരുടെ 14ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനിടെ മുംതാസ് മഹൽ മരണപ്പെട്ടു. ഈ വാർത്ത ഷാജഹാനെ പൂർണ്ണമായും തകർത്തു. അദ്ദേഹം 8 ദിവസം ഭക്ഷണം കഴിച്ചില്ലെന്നും 2 വർഷം സംഗീതങ്ങൾ കേൾക്കുകയോ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തില്ലെന്നും പറയപ്പെടുന്നു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് മുംതാസ് ഒരു ആഗ്രഹം മാത്രം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശവകുടീരത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന്. ആ ഒരു ആഗ്രഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശവകുടീരം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ പറഞ്ഞ ആ ഒരു ആഗ്രഹം നിറവേറ്റാനായിട്ട് ഷാജഹാൻ തന്റെ ജീവിതവും സമ്പത്തും മുഴുവൻ അതിനായിട്ട് സമർപ്പിച്ചു. മുംതാസിന്റെ മരണത്തിന് 6 മാസം കഴിഞ്ഞ് താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിച്ചു. 20,000-ലധികം തൊഴിലാളികളും ശില്പികളും കരകൗശല വിദഗ്ധരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആഗ്രയിലേക്ക് എത്തി. യമുന നദിയുടെ തീരത്തായതിനാൽ അവിടെ ഇത്ര വലിയൊരു നിർമ്മാണം നടത്തുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. അവിടങ്ങളിലെ മണ്ണ് മൃദുവായതിനാൽ തന്നെ അടിത്തറ തകരാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ മുഗൾ എഞ്ചിനീയർമാർ നിരവധി കിണറുകൾ
അവിടെ അടുത്തായി കുഴിക്കുകയാണ്. കട്ടിയുള്ള മണ്ണ് കിട്ടുന്നത് വരെ കുഴിച്ച് പിന്നീട് അവ പാറകളും അവശിഷ്ടങ്ങളും നിറച്ച് ശക്തമായ തൂണുകൾ സ്ഥാപിക്കാനാണ് അവർ കരുതിയത്. ആയിരക്കണക്കിന് ആനകളുടെ സഹായത്തോടെയായിരുന്നു ഓരോ പ്രവർത്തനങ്ങളും. ശേഷം ഷാജഹാൻ തന്റെ പൂർവികരുടെ ശവകുടീരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു രൂപകൽപ്പന പൂർത്തിയാക്കി. ലക്ഷക്കണക്കിന് ഇഷ്ടികകൾ അവിടെ തന്നെ ചുട്ടുണ്ടാക്കി. ദിവസങ്ങൾ ഓരോന്ന് കടന്നു പോകുമ്പോഴും അങ്ങനെ രാജഭണ്ഡാരത്തിലെ സമ്പത്ത് പതിയെ കുറഞ്ഞു വരാൻ തുടങ്ങി. പക്ഷേ രാജാവായ ഷാജഹാന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്ത് തന്നെ സംഭവിച്ചാലും ഇത് നിർമ്മിക്കുക. ശേഷം രാജസ്ഥാനിലെ മക്കാരനയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച മാർബിളുകൾ ആഗ്രയിലേക്ക് കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ആനകളുടെ സഹായത്തോടെയാണ് ഈ മാർബിളുകൾ അവിടേക്ക് എത്തിച്ചത്. ഇന്ന് നമ്മൾ കാണുന്ന താജ്മഹലിന്റെ ഗുംബദ് ഏകദേശം 40 മീറ്റർ ഉയരമുള്ളതാണ്. സ്റ്റീലില്ലാത്ത ആ ഒരു കാലത്ത് വെറും പാറകൾ മാത്രം ഉപയോഗിച്ച് ഇത് നിർമ്മിച്ചത് ഇന്നും എഞ്ചിനീയർമാരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിന്റെ ചുമരിലുള്ള ഇതിന്റെ അലങ്കാര ജോലികൾ പിയാത്ര ഡ്യൂറ എന്ന കലാരീതിയിലായിരുന്നു. വളരെയേറെ വിലപിടിപ്പുള്ള കല്ലുകൾ മാർബിൾ മുറിച്ചു കുത്തി അതിനുള്ളിൽ ഘടിപ്പിക്കുന്ന രീതിയാണിത്. ഇതിനെ ചുമരിൽ ഒട്ടിക്കാനായിട്ട് ഉപയോഗിച്ച പശ സാധാരണമല്ലായിരുന്നു. ശർക്കര പാനി, നാരങ്ങ നീര്, മാർബിൾ പൊടി എന്നിവ ചേർത്താണ് ആ ഒരു പശ നിർമ്മിച്ചത്. ഇന്നും താജ്മഹലിനെ സംരക്ഷിച്ചു പോരുന്നത് ഇതേ ഒരു രീതി ഉപയോഗിച്ചാണ്. താജ്മഹലിന്റെ മറ്റൊരു അത്ഭുതം ഇത് ദിവസങ്ങളിൽ 4 തവണ നിറം മാറുന്നു എന്നതാണ്. സൂര്യോദയത്തിന് മുമ്പ് കറുത്ത നിറം, രാവിലെ ഇളം മഞ്ഞ പിങ്ക് നിറം, ഉച്ചക്ക് വെളുത്ത മുത്തുപോലെ തിളക്കം, വൈകുന്നേരമാണെങ്കിൽ സ്വർണ്ണ നിറം. 22 വർഷത്തെ കഠിന അധ്വാനത്തിന് ശേഷം അങ്ങനെ 1654 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി. ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശവകുടീരം പണി കഴിപ്പിച്ചു. മുംതാസ് മഹലിന്റെ പേരിൽ നിന്നാണ് താജ്മഹൽ എന്ന പേരുണ്ടായത്. ഓരോ വർഷവും മുംതാസിന്റെ ചരമവാർഷികത്തിൽ ഷാജഹാൻ യമുന നദിയിലൂടെ താജ്മഹലിൽ എത്തുമായിരുന്നു. രാജകുടുംബത്തിലെ അംഗങ്ങൾക്കായി മാത്രം പ്രത്യേകമായി നിർമ്മിച്ച ഒരു രഹസ്യ പ്രവേശന കവാടം പോലും അവിടെ ഉണ്ടായിരുന്നു. ആ പ്രവേശന കവാടത്തിന്റെ ചുമരുകളിൽ അതിസൂക്ഷ്മമായ കൊത്തുപണികൾ ചെയ്തിരുന്നു. രാജകുടുംബാംഗങ്ങളുടെ കണ്ണുകൾ ആകർഷിക്കാൻ വേണ്ടിയാണ് അതൊരുക്കിയിരുന്നത്. എന്നാൽ താജ്മഹലിന്റെ നിർമ്മാണം മുഗൾ സാമ്രാജ്യത്തെ വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായി തകർച്ചയിലേക്ക് എത്തിച്ചു. രാജധാനിയിലെ ഭണ്ഡാരം ഏകദേശം കാലിയായി. ആയിരക്കണക്കിന് തൊഴിലാളികൾ, ആനകൾ, വിലപിടിപ്പുള്ള കല്ലുകൾ, മാർബിളുകൾ, ഇതെല്ലാം രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയായി. 4 വർഷങ്ങൾക്ക് ശേഷം ഷാജഹാന്റെ മകനായ ഔറംഗസേബ് 1658 അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം തന്റെ പിതാവിനെ സിംഹാസനത്തിൽ നിന്നും നീക്കി മുഗൾ സാമ്രാജ്യത്തിന്റെ പുതിയ ചക്രവർത്തിയായി. ഇത് കാരണം തുടർന്ന് പിതാവായ ഷാജഹാനെ അദ്ദേഹം ആഗ്ര കോട്ടയിലെ ഒരു ജയിലിലാക്കി. അദ്ദേഹത്തിന് ചെറിയൊരു അനുമതി നൽകിയിരുന്നു. കോട്ടയിലെ ജനാലിലൂടെ അദ്ദേഹത്തിന് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായ താജ്മഹലിനെ ദിവസവും കാണാമായിരുന്നു. അവിടെ ഇരുന്ന് ആ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി താജ്മഹലിനെയും കണ്ട് പ്രിയ ഭാര്യയുടെ ഓർമ്മകളിൽ മുഴുകിയായിരുന്നു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോയത്. 8 വർഷത്തോളം തടവിൽ കഴിഞ്ഞ ശേഷം തന്റെ 74-ാമത്തെ വയസ്സിൽ ഷാജഹാൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ താജ്മഹലിന്റെ ഉള്ളിൽ മുംതാസ് മഹലിന്റെ ശവകുടീരത്തിനടുത്ത് സംസ്കരിച്ചു. ഇന്ന് 400 വർഷങ്ങൾക്കപ്പുറം താജ്മഹൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്നേഹ സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഈ അത്ഭുത നിർമ്മിതിയെ കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആഗ്രയിലേക്ക് എത്തുന്നു. പൂർണ്ണമായും വെളുത്ത മാർബിളിൽ തീർത്ത ഈ ഒരു ശവകുടീരം വെറും ഒരു കെട്ടിടം മാത്രമല്ല, അതൊരു പ്രണയത്തിന്റെ, വേദനയുടെ, ത്യാഗത്തിന്റെ ശില്പകല കൂടിയാണ്. അപ്പോ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. എന്നും പറയുന്നത് പോലെ പറ്റുന്നവരെല്ലാം അതൊന്ന് ചെയ്യുക. അപ്പോ നാളെ അടുത്തൊരു വീഡിയോയുമായി കാണാം.